എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കഥയുടെ ബാക്കിയാണ് പറയുന്നത്. എന്തിനാണമ്മേ രണ്ടായി പങ്കിടുന്നത്? എൻ്റെ മനസ്സിൽ രണ്ടെന്ന ഭാവം ഒട്ടും തന്നെയില്ല. ശിവാരാധനയും ഈശ്വരവിശ്വാസവും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നുപോലെയാണ്. ഒരാളോട് കാരുണ്യവും മറ്റൊരാളോട് വെറുപ്പും ഈശ്വരനുണ്ടാവുമോ? ജാതിക്രമം അനുസരിച്ച് പ്രീതിക്രമവും ഭഗവാൻ കാട്ടിയേക്കാം. എന്നോടും ഭഗവാൻ അനുഗ്രഹം കാണിക്കും. അപ്പോൾ എൻ്റെയും ദാരിദ്ര്യം നീങ്ങും. 6-7 മാസം കഴിയാതെ ഈ നിധികുംഭം ഭാഗിക്കരുതെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അതിനാൽ അമ്മേ, ദയവായി അല്പം കൂടി ക്ഷമിക്കുക. ധർമ്മഗുപ്തൻ്റെ നിർദ്ദേശപ്രകാരം അവർ ആ നിധികുംഭം സൂക്ഷിച്ചു വെച്ചു. വീണ്ടും കുമാരന്മാർ ഭിക്ഷാടനം നടത്തി ഉപജീവനം തുടർന്നു. ഒരിക്കൽ കുമാരന്മാർ ഏകാന്തമായ ഒരു വനത്തിലൂടെ നടക്കുകയായിരുന്നു. കാടാകെ വസന്തവിലാസത്താൽ പൂത്തു തളിർത്തു മനോഹരമായിരിക്കുന്നു. പൂക്കളുടെ സുഗന്ധവും പേറിക്കൊണ്ട് മാരുതൻ വീശുന്നു. പൂങ്കുയിലുകൾ തേന്മാവുകളിൽ സന്തോഷപൂർവ്വം വിഹരിക്കുന്നു. എങ്ങും സുന്ദരമായ കാഴ്ചകൾ. കുമാരന്മാർക്ക് ആ കാഴ്ച കണ്ണിന് ഇമ്പമേകി. അവർ അവിടമാകെ ചുറ്റി നടക്കുമ്പോഴതാ അതിസുന്ദരികളായ ഗന്ധർവ കന്യകകൾ വീണ മീട്ടിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടു. സുന്ദരികളായ കുമാരിമാരെ കണ്ട് രാജകുമാരൻ അത്ഭുതാതീതനായി മനസ്സിൽ ചെറുചിരിയോടെ ബ്രാഹ്മണകുമാരനെ നോക്കി പറഞ്ഞു: ശുചിവ്രത, നീ കാണുന്നില്ലേ ആ വൃക്ഷക്കൂട്ടങ്ങൾക്കിടയിൽ ചില സുന്ദരിമാർ ഇരുന്ന് വീണ വായിക്കുന്നത്? വരൂ, അവരാരാണെന്ന് നമുക്ക് പോയി അന്വേഷിച്ചു വരാം. ശുചിവ്രതൻ പറഞ്ഞു. ധർമ്മഗുപ്ത, അവിവേകം കാട്ടരുത്. ബ്രഹ്മചാരികളായ നമുക്ക് ആ സുന്ദരിമാരുടെ കടാക്ഷമേൽക്കുന്നത് പോലും പാപമാണ്. എത്ര സമർത്ഥരായാലും സ്ത്രീകൾ മൂലം മനസ്സിളകിയാലുള്ള അനർത്ഥം ചെറുതൊന്നുമല്ല. സ്ത്രീകളോട് വളരെ സൂക്ഷിച്ച് ഇടപെടാവൂ. ആരെയും വശത്താക്കാൻ ഇവർക്ക് മടിയില്ല. കാര്യം കഴിഞ്ഞാൽ വലിച്ചെറിയുകയും ചെയ്യും. നമ്മുടെ പൂജ പോലും മുടക്കാൻ ഇവർ മാത്രം വിചാരിച്ചാൽ മതി. അതുകൊണ്ട് ധർമ്മഗുപ്ത, നീ ഒരിക്കലും അങ്ങോട്ട് പോകരുത്. ശുചിവ്രതൻ ഉപദേശിച്ചതൊന്നും ധർമ്മഗുപ്തൻ ചെവിക്കൊണ്ടില്ല. അയാൾ പെൺകുടിമാരിരിക്കുന്ന വള്ളിക്കുടിലിലേക്ക് മന്ദം മന്ദം നടന്നു. ശുചിവ്രതനാകട്ടെ അകലെ മാറി നിൽക്കുകയാണുണ്ടായത്. രാജകുമാരൻ്റെ വരവ് കണ്ട് ഗന്ധർവ രാജാവായ ഭ്രമളൻ്റെ മകളായ അംശുമതി ചിന്താധീനയായി. വളരെ ആശ്ചര്യമായിരിക്കുന്നല്ലോ ദൈവമേ, ആരാണീ വരുന്നത്? എത്ര സുന്ദരനായിരിക്കുന്നു! അശ്വനി ദേവനാണോ, കാമദേവനാണോ, ലോകൈക സുന്ദരനായ നളമഹാരാജാവാണോ, അതോ അമ്പിളി തന്നെ ആണോ വന്നിരിക്കുന്നത്? ധർമ്മഗുപ്തനെ കണ്ട മാത്രയിൽ ഇഷ്ടം തോന്നിയ അംശുമതി ആ ഭാവം മറച്ചു വെച്ചുകൊണ്ട് തോഴിമാരോട് ഇപ്രകാരം പറഞ്ഞു: ഹേ തോഴിമാരെ, തോട്ടത്തിൽ നിലത്ത് വീണ് കിടക്കുന്ന പൂക്കളൊന്നും എടുക്കരുത്. തെക്കുവശത്ത് നിൽക്കുന്ന പൂങ്കാവിലേക്ക് ഒന്ന് നോക്കൂ. എത്ര മനോഹരമായിരിക്കുന്നു! നിലത്ത് മുട്ടി നിൽക്കുന്ന മുല്ലയും മന്ദാരവും ചമ്പകവും അശോകവും തേന്മാവുമെല്ലാം എത്ര ഭംഗിയായിരിക്കുന്നു! കൂട്ടരെ, മുല്ലയും ചമ്മന്തിയുമെല്ലാം വേഗം ചെന്ന് പറിച്ചെടുക്കുവിൻ. നടന്ന് ക്ഷീണം അല്പം മാറിയാൽ ഞാനും പുറകെ വന്നേക്കാം. സൂത്രത്തിൽ തോഴിമാരെ തന്നിൽ നിന്നും അകറ്റിയ അംശുമതി ധർമ്മഗുപ്തനെ സ്വീകരിച്ചിരുത്തി വിനയാദരപൂർവ്വം ചോദിച്ചു: അല്ലയോ ധീരനും ഗംഭീരനും സുന്ദരാംഗനുമായ കുമാര, അങ്ങ് ആരാണ്? ഏതു കുലത്തിലാണ് അങ്ങ് ജനിച്ചത്? അങ്ങയുടെ മാതാപിതാക്കൾ ആരൊക്കെയാണ്? ഈ വക സംഗതികൾ അറിയാൻ ഇവൾക്ക് ആഗ്രഹമുണ്ട്. അതിനാൽ ദയവായി പറയുക. ഹേ സുന്ദരി, കേട്ടോളൂ. ഞാൻ വിദർഭ രാജാവായിരുന്ന സത്യരഥൻ്റെ പുത്രനാണ്. ശത്രുക്കൾ അച്ഛനെ യുദ്ധത്തിൽ കൊന്നു. ഗർഭിണിയായ അമ്മ കാട്ടിൽ വെച്ചാണ് എന്നെ പ്രസവിച്ചത്. പ്രസവാനന്തരം ഒരു പൊയ്കയിലിറങ്ങി ദാഹം തീർക്കുമ്പോൾ ഒരു മുതല അമ്മയെ പിടിച്ചു കൊന്നു. പിന്നീട് ഒരു ബ്രാഹ്മണ സ്ത്രീയാണ് എന്നെ വളർത്തിയത്. അവരുടെ മകൻ എന്ന ഭാവത്തിൽ അവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ആട്ടെ ഭവതി ആരെന്നറിയാൻ എനിക്കും താൽപ്പര്യമുണ്ട്. ധർമ്മഗുപ്തൻ്റെ കഥ കേട്ട് സങ്കടം തോന്നിയ അംശുമതി തൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. മഹാനായ ഗന്ധർവരാജൻ ഭ്രമളൻ്റെ പുത്രിയായ അംശുമതിയാണ് ഞാൻ സകല കലകളിലും നിപുണയാണ്. അങ്ങയെ കണ്ട നിമിഷം മുതൽ എൻ്റെ മനസ്സാകെ ഇളകി മറിഞ്ഞിരിക്കുകയാണ്. അങ്ങയുടെ സൗന്ദര്യം എന്നെ ഹരം പിടിപ്പിക്കുന്നു. അങ്ങയെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഗ്രഹിക്കുന്നതിനായി തോഴിമാരെ ഞാൻ എന്നിൽ നിന്നും അകറ്റിയതാണ്. ആത്മാർത്ഥമായി അങ്ങയെ സ്നേഹിക്കുന്ന ഞാൻ അങ്ങയുടെ പ്രാണപ്രിയയാകാൻ കൊതിക്കുന്നു. ഒരിക്കലും അങ്ങനെ കൈവെടിയരുത്. ഇപ്രകാരം പറഞ്ഞ് ലജ്ജയാൽ മുഖം കുനിച്ചു നിന്ന അംശുമതി തൻ്റെ കഴുത്തിലണിഞ്ഞിരുന്ന മുത്തുമാലകൾ ഊരിയെടുത്ത് അത് തൻ്റെ സ്നേഹോപകാരമായി ധർമ്മഗുപ്തന് സമ്മാനിച്ചു.
അംശുമതി തൊടുത്തുവിട്ട കാമബാണമേറ്റു തകർന്ന രാജകുമാരൻ സന്തോഷാദരത്തോടെ മാല തൻ്റെ കൈകളിൽ വാങ്ങി ആ സുന്ദരിയോട് ഇപ്രകാരം ചോദിച്ചു. സമ്പത്തും രാജ്യവും ബന്ധുക്കളും ഇല്ലാത്തവനാണ് ഞാൻ, കൂടാതെ ദരിദ്രനുമാണ്. അല്ലയോ സുന്ദരീ രത്നമേ, അങ്ങനെയുള്ള ഈ ഞാൻ നീയുമായി ചേരാൻ യോഗ്യനാണോ? നല്ലവണ്ണം ആലോചിച്ച് പറയുക. നിന്റെ ബന്ധുക്കളാരും അറിയാതെ ഞാൻ നിന്നെ പാണിഗ്രഹണം ചെയ്യുന്നത് ഉചിതമാണോ? ധർമ്മഗുപ്തൻ്റെ ചോദ്യം കേട്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് അംശുമതി പറഞ്ഞു. രാജകുമാര, താങ്കൾ അതോർത്ത് വിഷമിക്കേണ്ടതില്ല. അങ്ങ് 2 നാൾ കഴിഞ്ഞ് കൂട്ടുകാരനോടൊപ്പം ഇവിടെ വരിക. എല്ലാത്തിനും ഞാൻ വഴിയുണ്ടാക്കിക്കൊള്ളാം. ഇത്രയും പറഞ്ഞിട്ട് തോഴിമാരോടൊപ്പം അവൾ മടങ്ങിപ്പോയി. അംശുമതി പോയി കഴിഞ്ഞപ്പോൾ ധർമ്മഗുപ്തൻ ശുചിവ്രതൻ്റെ അടുത്തെത്തി. വളരെയധികം പ്രസന്നനായി കഥകളെല്ലാം കൂട്ടുകാരനെ ധരിപ്പിച്ചു. ഇരുവരും വീട്ടിലെത്തി. അമ്മയെ വണങ്ങി ആഹാരം കഴിച്ച് സുഖമായി ഉറങ്ങി. വനത്തിൽ നിന്നും മടങ്ങിയെത്തിയ അംശുമതി തോഴിമാരോടൊപ്പം പിതാവിനെ കണ്ടു. നടന്ന സംഗതികൾ മുഴുവനും പിതാവിനെ പറഞ്ഞു കേൾപ്പിച്ചു. കാര്യങ്ങൾ അറിഞ്ഞ ഭ്രമളനും ഏറെ സന്തോഷവാനായി. പറഞ്ഞുറപ്പിച്ചതനുസരിച്ച് 2 നാൾ കഴിഞ്ഞപ്പോൾ ഗന്ധർവ രാജാവും മകളും പരിവാരസമേതം നിശ്ചിത സ്ഥലത്തെത്തിച്ചേർന്നു. ഗന്ധർവവൃന്ദം ധർമ്മഗുപ്തൻ്റെ വരവിനെയും പ്രതീക്ഷിച്ച് നിലകൊണ്ടു. ധർമ്മഗുപ്തൻ അമ്മയോട് തൻ്റെ കഥകൾ വളച്ചുകെട്ടൊന്നും കൂടാതെ പറഞ്ഞു. എല്ലാം കേട്ട് പരിഭ്രമിച്ച അമ്മയെ സമാശ്വസിപ്പിച്ച് ബ്രാഹ്മണകുമാരനെയും കൂട്ടി പറഞ്ഞ സ്ഥലത്തെത്തിച്ചേർന്നു. അപ്പോൾ അവിടെ കണ്ട കാഴ്ച അയാൾ പരിതന്ത്രനാക്കി. ആലവട്ടം, വെഞ്ചാമരം, രത്നദീപം, പാരിജാത പുഷ്പങ്ങൾ എന്നിവയാൽ അലങ്കൃതമായ ഒരു വമ്പിച്ച സൈന്യം ആ വനത്തിനുള്ളിൽ നിൽക്കുന്നു. അവർക്കിടയിൽ പൂർണ്ണചന്ദ്രനെപ്പോലെ ശോഭ പരത്തി അംശുമതി തോഴിമാരാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ആ സമയത്ത് നാരദമുനിയും അവിടെ എത്തിച്ചേർന്നു. സന്തുഷ്ടമാനസനായ ധർമ്മഗുപ്തൻ ഗന്ധർവരാജനെ വണങ്ങി. അപ്പോൾ ഭ്രമളൻ അവനെ ഇരുകൈകളും പിടിച്ച് ആശ്ലേഷിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു തുടങ്ങി. അല്ലയോ രാജകുമാര, നിന്റെ അത്യുത്തമമായ ഭക്തിയിൽ ഭഗവാൻ കൈലാസനാഥൻ നിന്നിൽ വളരെ സന്തുഷ്ടനായിരിക്കുന്നു. ഇന്നലെ വൈകുന്നേരം ഞാൻ കൈലാസത്തിൽ വാഴുന്ന ശ്രീ മഹാദേവനെ കാണാൻ പോയിരുന്നു. ഭക്തി സമന്വിത വണങ്ങി നിന്ന എന്നോട് ആ ചന്ദ്രകലാധരൻ ഇപ്രകാരം പറയുകയുണ്ടായി. ഹേ ഗന്ധർവരാജ, ശാണ്ഡിന്യന്റെ ഉപദേശപ്രകാരം ധർമ്മഗുപ്തൻ എന്ന കുമാരൻ പ്രദോഷവ്രതം നോറ്റ് എന്നെ ഭജിച്ചു വരുന്നു. അവൻ ഒരു രാജകുമാരനാണ്. അവൻ്റെ അച്ഛനെ സാല്വൻ യുദ്ധത്തിൽ തോൽപ്പിച്ചു. അവൻ്റെ നഗരവും പട്ടണങ്ങളും പിടിച്ചെടുത്തു. അയാൾ മരണം വരെ പോരാടി. അവൻ്റെ അമ്മയാകട്ടെ വനത്തിൽ വെച്ച് മരിച്ചു. ഒടുവിൽ ഒരു ബ്രാഹ്മണ സ്ത്രീയാണ് അവനെ എടുത്തു വളർത്തിയത്. ആ ബ്രാഹ്മണ സ്ത്രീയുടെ മകനും ധർമ്മഗുപ്തനും എന്നിൽ അത്യന്തം ഭക്തി ഉറപ്പിച്ചിരിക്കുകയാണ്. അതിനാൽ ഞാൻ ബ്രാഹ്മണകുമാരൻ്റെ ദാരിദ്ര്യം ഒരു നാൾ നീക്കിക്കൊടുത്തു. ഇനി നീ നിന്റെ മക്കൾ ധർമ്മഗുപ്തനും നൽകണം. കൂടാതെ ശത്രുക്കളെ തോൽപ്പിച്ച് അവൻ്റെ രാജ്യവും പട്ടണങ്ങളും നീ അവന് നേടിക്കൊടുക്കണം. ഇങ്ങനെ മഹാദേവൻ കൽപ്പിച്ചിരിക്കുന്നതിനാൽ ഞാൻ എൻ്റെ മകളെ നിനക്ക് തരുന്നു. അവളെ ഗാന്ധർവവിധി പ്രകാരം നീ വിവാഹം കഴിച്ചു കൊള്ളുക. ഇത്രയും പറഞ്ഞ് ഗന്ധർവരാജാവ് തൻ്റെ പുത്രിയെ സസന്തോഷം ധർമ്മഗുപ്തന് നൽകി. അനന്തരം പറഞ്ഞു. പുത്ര ധർമ്മഗുപ്ത, ഉടനെ തന്നെ ഞാൻ നിന്റെ ശത്രുവിനെ തോൽപ്പിച്ച് രാജ്യം വീണ്ടെടുത്തു തരുന്നതാണ്. നീ വിദർഭ രാജ്യവും രാജപദവിയും നേടി ഇവളോടൊപ്പം സന്തോഷത്തോടെ 16,000 സംവത്സരം വസിക്കുക. പിന്നീട് നിനക്ക് സ്വർഗലോകം പ്രാപ്യമാകും. തുടർന്ന് ശുചിവ്രതനോടായി ഗന്ധർവരാജൻ ഇപ്രകാരം പറഞ്ഞു. ബ്രാഹ്മണകുമാരനായ ശുചിവ്രത, നീയും യഥാവിധി വിപ്രന്മാരുടെ അധിപതിയായി സസുഖം വാഴുക. പിന്നീട് വിദർഭരാജാവിനോട് കൂടെ സ്വർഗത്തെ പോകാനാകും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഗന്ധർവരാജൻ ധർമ്മഗുപ്തന് ധാരാളം പണം, സ്വർണം, രത്നാഭരണങ്ങൾ, കൈവള എന്നുവേണ്ട മകൾക്ക് 100 കണക്കിന് ദാസിമാരെയും 1000 തേരും 20,000 കുതിരകളെയും കുറേ ആയുധങ്ങൾ നൽകിയ ശേഷം ധർമ്മഗുപ്തനോട് പറഞ്ഞു. പ്രിയപുത്ര, നീ സർവജ്ഞനായി തീരും. ഉടൻ തന്നെ കുണ്ഡിന നഗരത്തിൽ പോയി ശത്രുക്കളെ തോൽപ്പിച്ച് സൗഖ്യമായി വാഴുക. അതിനായി ഈ ഗന്ധർവ സൈന്യത്തെ മുഴുവൻ ഞാൻ നിനക്ക് നൽകുന്നു. വധൂവരന്മാരെ അനുഗ്രഹിച്ചാശ്രയിച്ച ശേഷം ഗന്ധർവരാജൻ വിമാനത്തിൽ കയറി അപ്രത്യക്ഷനായി. അംശുമാനോട് തുല്യനായ ധർമ്മഗുപ്തൻ അംശുമതിയെ പാണിഗ്രഹണം ചെയ്ത് ശുചിവ്രതനുമൊന്നിച്ച് തേരിലേറി സ്വന്തം ഗൃഹത്തിലേക്ക് പുറപ്പെട്ടു. ഗന്ധർവ സൈന്യം യുദ്ധസാമഗ്രികളുമായി വിദർഭ രാജ്യത്തിലെത്തി സ്വാല്വ മഹാരാജാവിനെ പോരിന് വിളിച്ചു. ഹേ മൂഢനായ സ്വാല്വ, വേഗം പോരിന് പുറപ്പെടുക. ഇതാ സത്യരഥൻ്റെ പുത്രൻ ധർമ്മഗുപ്തൻ അത്യന്തം കോപാക്രാന്തനായി സൈന്യസമേതം പോർക്കളത്തിലെത്തിയിരിക്കുന്നു. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നരാധമ, നീ വേഗം തയ്യാറായി വരൂ.
അപ്രതീക്ഷിതമായി ആക്രമണം സ്വാലന് നടത്തിയെങ്കിലും ഒരു വമ്പിച്ച സൈന്യത്തോടൊപ്പം സ്വാലൻ ധർമ്മഗുപ്തനെ നേരിട്ടു. ഇരുകൂട്ടരും വാശിയോടെ പൊരുതിയ ഒരു വമ്പിച്ച യുദ്ധം തന്നെ അവിടെ നടന്നു. രാജാവായ ധർമ്മഗുപ്തൻ സാധുക്കൾക്കും ഭിക്ഷക്കാർക്കും ധാരാളം ധനം ദാനം ചെയ്തു. വീരശൂര പരാക്രമിയായ ധർമ്മഗുപ്തൻ തൻ്റെ വളർത്തമ്മയെ സർവ്വവിധ ബഹുമതികളോടെയും സ്വീകരിച്ചു. അവർക്ക് താമസിക്കാൻ ഒരു മന്ദിരം തന്നെ പണികഴിപ്പിച്ചു കൊടുത്തു. ശുചിവ്രതനെ തൻ്റെ യുവരാജാവായി വാഴിച്ചു. ധർമ്മഗുപ്തൻ രാജാവായി അംശമതിയുമൊത്ത് സസന്തോഷം പ്രതാപൈശ്വര്യങ്ങളോടെ വാണു. ഈ അവസരത്തിലും ശിവഭക്തനായ രാജാവ് പ്രദോഷവ്രതം സന്തോഷത്തോടെയും ഭക്തിയോടെയും അനുഷ്ഠിച്ച് ശിവാരാധന നടത്തി. അനേക സംവത്സരം രാജ്യം വാണ ശേഷം ഒടുവിൽ ധർമ്മഗുപ്തൻ കൈലാസലോകം പൂകി. പ്രദോഷവ്രതം പരമേശ്വര അനുഗ്രഹത്തിന് ഏറ്റവും യോജിച്ചതാണ്. ഈ വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് ദാരിദ്ര്യം നശിക്കും, ഭൂതപ്രേതബാധകൾ ഇല്ലാതാവും, സന്താനങ്ങൾ വേണ്ടത്ര ഉണ്ടാവും, സന്തോഷത്തിന് മികവുണ്ടാകും, സങ്കടങ്ങൾ വിട്ടുമാറും, സംസാര ദുഃഖം ബാധിക്കുകയില്ല. ഇത്രമാത്രം പുണ്യകരമാണ് പ്രദോഷവ്രതവും ഉപവാസവും. ഈ കഥ കേട്ടാൽ തന്നെ സകല ദുഃഖങ്ങളും ഇല്ലാതാകും. ഈ കഥ പറയുന്നവരുടെ ഉള്ളിൽ ശ്രീ മഹാദേവൻ പ്രസന്നനായി വാഴും. ഇത് ഏറ്റവും മംഗളകരമാണ്.